ഹലോ ഗേസ്, ഇതിലൊരു സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു കോപ്പി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. നമ്മൾ ഓരോരുത്തരും ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു സൈഡ് ആയിട്ടുള്ള ഒരു ഇൻകം ആഗ്രഹിക്കുന്നവരാണ്. സോ അത് പ്രകാരം തന്നെ നമ്മൾ ഓരോ ഇൻവെസ്റ്റ് കമ്പനികളിലും അതുപോലെ തന്നെ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് മറ്റു ചില പ്ലാറ്റ്ഫോമുകളിലും പുതിയ പുതിയ ടോക്കൺസുകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറേ രീതിയിലുള്ള പൈസ നഷ്ടപ്പെട്ടവരാണ്. സോ അവർക്കൊക്കെ വേണ്ടിയിട്ടും ട്രേഡിങ്ങിനെ കുറിച്ച് തീരെ അറിയാത്തവർക്കും ഇതൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. സോ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അത് പഠിച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു സൊല്യൂഷൻ എന്നുള്ളത്. മാത്രമല്ല, നിങ്ങൾക്ക് ട്രേഡിംഗ് ചെയ്യാനുള്ള ഒരു സമയം, ക്യാപിറ്റൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ കയ്യിൽ വേണം. വളരെ കൂടുതൽ ആളുകൾക്കും ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടാവും, പക്ഷേ സമയമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിൽ മുമ്പൊക്കെ ചെയ്തിട്ട് നഷ്ടം വന്നിട്ടുണ്ടാവാം. സോ അവരൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമിലോട്ടും അതുപോലെ തന്നെ കോപ്പി ട്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് തേർഡ് പാർട്ടി ആപ്പിലോട്ടൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. സോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ ജെനുവിൻ ആയിട്ടുള്ള 100% ജെനുവിൻ ആയിട്ടുള്ള ഒരു ബ്രോക്കറുടെ കീഴിലുള്ള കോപ്പി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. അതായത് നിങ്ങളുടെ ഫണ്ടിൻ്റെ കാര്യത്തിൽ വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. എക്സ്നെസ് എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എക്സ്നെസ് എന്ന ബ്രോക്കർ കുറേ പേരുകൾ ട്രേഡിങ്ങിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതൊരു വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ്. വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട് തന്നെ നിങ്ങളുടെ ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവലൊക്കെ അവൈലബിലിറ്റി കിട്ടുന്ന, അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ തന്നെ മനസ്സിലാവും ഈ ഒരു ബ്രോക്കറുടെ ഒരു വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. FXTM അതുപോലെ എക്സ്നെസ്സിലെ അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തതാണ്. വളരെ ജെനുവിൻ ആയിട്ടുള്ള 2 ബ്രോക്കേഴ്സാണ് ഇവർ. ഫോറക്സിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. സോ ഇവരുടെ തന്നെ ഓൺ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള കോപ്പി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലോട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക. എക്സ്നെസ്സിൽ എങ്ങനെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്നതിനെ കുറിച്ച് വീഡിയോ മുമ്പ് ചെയ്തിരുന്ന കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കാർഡിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടിട്ട് എക്സ്നെസ്സിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, KYC ചെയ്യുക. അതുപോലെ തന്നെ എക്സ്നെസ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എല്ലാ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാവുന്നതാണ്. എക്സ്നെസ് ബ്രോക്കർ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും, അവരുടെ ഈ പ്ലാറ്റ്ഫോമാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചും അവർ പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇവരുടെ തന്നെ ഓൺ പ്രോജക്റ്റാണ്. സോ നമുക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാം. കോപ്പി ട്രേഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മളൊന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ കോപ്പി ട്രേഡ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, കുറേ വ്യക്തികൾ അവിടെ ഉണ്ടാവും. ഇപ്പോൾ ക്രിപ്റ്റോയിലൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ബൈനാൻസിലായാലും ബിറ്റ്ഗെറ്റിലാണ് ക്രിപ്റ്റോയിൽ ഏറ്റവും ഫസ്റ്റായിട്ട് കോപ്പി ട്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. കോപ്പി ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വ്യക്തികളുണ്ടാവും, അവരുടെ സ്ട്രാറ്റജി കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, അവരുടെ സ്ട്രാറ്റജി വെച്ചിട്ട് ട്രേഡിങ് അവിടെ ഓട്ടോമാറ്റിക്കലി നടക്കും. അതിൻ്റെ പ്രോഫിറ്റ് ചെറിയ രീതിയിൽ അവർക്ക് പോകും. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിഡ്രോവൽ ചെയ്യാമെന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ലോക്കഡ് അല്ല, എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രാറ്റജി സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ പറ്റും. പ്രോഫിറ്റ് ആൻഡ് ക്യാപിറ്റൽ അടിക്ക് വിഡ്രോവൽ ചെയ്യാൻ പറ്റും. ആക്സസ് ബ്രോക്കർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഫോർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോപ്പി സക്സസ്ഫുൾ സ്ട്രാറ്റജീസ് ഓഫ് അതർ ട്രേഡേഴ്സ്. അതായത് മറ്റുള്ള ട്രേഡേഴ്സിൻ്റെ സ്ട്രാറ്റജി സക്സസ്ഫുൾ ആയിട്ട് കോപ്പി ചെയ്തെടുക്കുക എന്നുള്ള ഒരു സംഭവമാണ്. ഇൻവെസ്റ്റേഴ്സിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇപ്പം കോപ്പി ട്രേഡിംഗ് സ്ട്രാറ്റജി എന്നുള്ളത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു കോപ്പി ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനിലോട്ടാവും പോകുന്നത്. സോ ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ഇമെയിൽ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ മുകളിൽ തന്നെ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് കോപ്പീഡ്, അതായത് ഏറ്റവും കൂടുതൽ കോപ്പി ചെയ്തിട്ടുള്ളത് റീസെൻ്റ്ലി വ്യൂഡ്, അതായത് പുതിയതായിട്ടുള്ള ആളുകളാണ്. ബൈ ക്രിപ്റ്റോ കറൻസി. അതുപോലെ തന്നെ ബെസ്റ്റ് റിട്ടേൺസ് ഫോർ 3 months, ഏറ്റവും കൂടുതൽ 3 മാസത്തിനുള്ള റിട്ടേൺ തന്ന വ്യക്തികൾ, ലോ ഫീസുള്ള വ്യക്തികൾ, ന്യൂ സ്ട്രാറ്റജീസ് ഉള്ള വ്യക്തികൾ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മോസ്റ്റ് കോപ്പീഡ്, അതായത് ഏറ്റവും കൂടുതൽ കോപ്പി ചെയ്യുന്ന ആളുകളെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഫസ്റ്റുള്ള ആ ഒരു വ്യക്തിയെ ഞാൻ സെലക്ട് ചെയ്തു. ഇവിടെ ഓവർവ്യൂവിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, റിട്ടേൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 421% ആണ് ഈ ഒരു വ്യക്തി ട്രേഡിങ്ങിലുള്ള റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. മാക്സിമം ഡ്രോ ഡൗൺ 69%. റിസ്ക് സ്കോറാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. 10ൽ 1% മാത്രമാണ് ഇവിടെ റിസ്ക് ഉള്ളൂ എന്നുള്ളതാണ്. സോ റിസ്ക് കുറയുന്നതിനനുസരിച്ച് നിങ്ങളുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജും ഇവിടെ കുറയും.
6530 പേരാണ് ഈ ഒരു വ്യക്തിയെ കോപ്പി ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സ്ട്രാറ്റജി ഇക്വിറ്റിയിലുള്ളത് $8121 മിനിമം ഡെപ്പോസിറ്റ് വരുന്നത്, അതായത് മിനിമം ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് $10. അതൊരു വലിയ ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ്. കാരണം ഇത്രയും ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ $10 ഉണ്ടായാൽ തന്നെ നമുക്ക് ഓരോ വ്യക്തികളെയും കോപ്പി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ $10 ഇട്ടിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു $100 മിനിമം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ടോ, കുറേ വ്യക്തികളെ വീണ്ടും കാണാൻ പറ്റും. ഒരു റിട്ടേൺസ് അത്യാവശ്യം തന്നിട്ടുള്ള ഒരു വ്യക്തിയെ ഞാൻ വീണ്ടും സെലക്ട് ചെയ്തു. ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും 23,597% ഈ ഒരു വ്യക്തി റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. മാക്സിമം ഡ്രോ ഡൗൺ കൊടുത്തിട്ടുള്ളത് 53%. പക്ഷെ ഇവിടെ റിസ്ക് സ്കോർ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും 10ൽ 8 റിസ്ക് ആണ് ഇവിടെ നമ്മൾ എടുക്കേണ്ടത്. സോ നമ്മൾ എത്രത്തോളം റിസ്ക് ഉള്ള വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നു അതിനനുസരിച്ചുള്ള റിട്ടേൺസും ഇവിടെയുണ്ട്. അതായത് നമ്മുടെ ക്യാപിറ്റലിൻ്റെ റിസ്ക് ആണ് ഇവിടെ നോക്കുന്നത്. ഈ വ്യക്തിയെ നമ്മൾ കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ടിൽ 10ൽ 8% റിസ്ക് ആണ്. പക്ഷെ അവിടെ മാക്സിമം ഡ്രോ ഡൗൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിട്ടേൺസ് ഹൈ റിട്ടേൺസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏറ്റവും റിസ്ക് ഉള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് പ്രോഫിറ്റ് എടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ പ്രോഫിറ്റ് ഒക്കെ മതിയെന്നുണ്ടെങ്കിൽ റിസ്ക് കുറഞ്ഞ ആളുകളെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇവിടെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, 1059 പേരാണ് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ളത്. മിനിമം ഡെപ്പോസിറ്റ് ഇതിലും വരുന്നത് $10 ആണ്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ കീഴിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കീഴിൽ ഇൻവെസ്റ്റ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഇവിടെ ഉണ്ട്, അവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വാലറ്റിൽ എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഉണ്ട് ടോപ്പ് അപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് വാലറ്റ്. അതായത് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വാലറ്റിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ എനിക്ക് വാലറ്റിൽ ക്യാഷ് ഇല്ല എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമ്മളോട് ടോപ്പ് അപ്പ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി മേക്ക് ഡെപ്പോസിറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റ് കാണാം, അതിൽ ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. സോ പേയ്മെൻറ്റ് മെത്തേഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആരോ മാർക്ക് കാണാം, അത് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ UPI ട്രാൻസാക്ഷൻ ഉണ്ട്, USDT ഡെപ്പോസിറ്റ് ഉണ്ട്, TRC20 നെറ്റ്വർക്ക്, ERC20 നെറ്റ്വർക്ക്, ERC20 നെറ്റ്വർക്ക്, അതുപോലെ ഓൺലൈൻ ബാങ്കുകൾ, ബൈനാൻസ് ത്രൂ, അതുപോലെ കുറേ ഓപ്ഷൻസുകൾ കൊടുത്തിട്ടുണ്ട്. UPI എക്സ്പ്രസ് ഉണ്ട്, UPI ഡയറക്റ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. UPI ചാനലിൽ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. പിന്നെ ടു അക്കൗണ്ട് എന്നുള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വാലറ്റ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതിന് തൊട്ടതായ എത്ര രൂപയ്ക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. INR ആണെങ്കിൽ 1000 രൂപ മിനിമം കൊടുത്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി UPI ID അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു UPI ID അവിടെ വന്നിട്ടുണ്ടാവും. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ആ UPI ത്രൂ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വന്നിട്ടുണ്ടാവും. ഡെപ്പോസിറ്റ് ചെയ്ത വിത്തിൻ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ ഒരു എമൗണ്ട് ഇവിടെ അടവും. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പരിപാടി എന്നുണ്ടെങ്കിൽ നിങ്ങൾ TRC20 നെറ്റ്വർക്ക് വഴി USDT ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഇതുപോലെ കുറേ ആളുകളെ ഇങ്ങനെ നോക്കുന്നതിനിടയിൽ അത്യാവശ്യം ഹൈ റിട്ടേൺസ് വരുന്ന ആളുകളെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആക്കി വെക്കാൻ വേണ്ടി മുകളിലുണ്ടോ ഒരു സ്റ്റാർ ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു സ്റ്റാർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്തുള്ള സ്റ്റാർ എന്നുള്ള ഓപ്ഷനിൽ ടിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫേവറേറ്റ് ആക്കി വെച്ചിട്ടുള്ള വ്യക്തികളൊക്കെ അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ താഴെയുള്ള ആ ഒരു ബാഗിൻ്റെ ഓപ്ഷൻ, അതായത് നമ്മളുടെ അസറ്റാണ്, ആ ഒരു അസറ്റ് ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ ഇൻവെസ്റ്റ്, ഞാൻ ജസ്റ്റ് ഒരു $10 ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വ്യക്തിയെ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നുണ്ടാവും, ആംബിംബിയോസ് റോബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു സ്ട്രാറ്റജി ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഉണ്ടോ 0.1 USDT പ്രോഫിറ്റിലാണ്, അതായത് 1% റിട്ടേൺസ് അപ്പോൾ സ്പോട്ടിൽ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം അല്ല, ട്രേഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. സോ നമുക്ക് ഉണ്ടോ സ്റ്റോപ്പ് കോപ്പിങ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു സ്ട്രാറ്റജി ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ ക്യാൻസൽ ചെയ്യാറുണ്ട്. പിന്നെ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ സ്റ്റോപ്പ് ലോസ് ആൻഡ് ടേക്ക് പ്രോഫിറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. താഴെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കണ്ടോ ഈ നിലവിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന, അതായത് ഈ ഒരു സ്ട്രാറ്റജിയിൽ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന ട്രേഡിങ് കാണാൻ പറ്റും. ക്ലോസ് ചെയ്ത ട്രേഡിങ് അപ്പുറത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇവിടെ പ്രൊഫൈലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് വാലറ്റ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോ ട്രാൻസ്ഫർ നിങ്ങളെ കാണാൻ പറ്റും.
ഞാൻ ഡെപ്പോസിറ്റ് അല്ല ചെയ്യുന്നത്. ഓൾറെഡി എൻ്റെ എക്സ്പ്രസ് ബ്രോക്കറിൽ കുറച്ച് USDT ഉണ്ട്. ഞാനത് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വാലറ്റിലോട്ട് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ട്രാൻസ്ഫർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ബിറ്റ്വീൻ യുവർ അക്കൗണ്ട്സ് അതുപോലെ ടു അനദർ യൂസർ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും യൂസറിന് സെൻഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബിറ്റ്വീൻ യുവർ അക്കൗണ്ട്സ്, അതായത് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെ, എൻ്റെ എക്സ്പ്രസ് ബ്രോക്കറിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വാലറ്റിലോട്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഫ്രം അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ഞാൻ സെലക്ട് ചെയ്തിട്ട് എൻ്റെ ആ ഒരു ട്രേഡിംഗ് അക്കൗണ്ട്, അതായത് എക്സ്പ്രസിൻ്റെ ബ്രോക്കറിൻ്റെ ആ ഒരു വാലറ്റ് ഞാൻ സെലക്ട് ചെയ്തു. ടു എന്നുള്ള സ്ഥലത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വാലറ്റ് സെലക്ട് ചെയ്തു. എന്നിട്ട് $12.3 ഇനി ബാലൻസ് ഉള്ളത്. ഞാനത് സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുത്തു. കണ്ടിന്യൂ കൊടുത്തപ്പോൾ വെരിഫിക്കേഷൻ്റെ പേജ് വന്നിട്ടുണ്ട്. ഓക്കെ ആണെങ്കിൽ വീണ്ടും കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ വി ആർ പ്രോസസ്സിംഗ് യുവർ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ കൊടുത്തിട്ട് നിങ്ങൾ ബാക്ക് പോയി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വാലറ്റിൽ ആ ഒരു എമൗണ്ട് ആഡ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫേവറേറ്റ് ആക്കി വെച്ച ആ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഞാൻ ഈ സ്റ്റാറിൻ്റെ ഓപ്ഷന് ക്ലിക്ക് ചെയ്തിട്ടു. ഇവിടെ കണ്ടോ, നേരത്തെ ഫേവറേറ്റ് ആക്കി വെച്ച ആൾ വന്നിട്ടുണ്ട്. ഞാനത് സെലക്ട് ചെയ്തു. ശേഷം ഞാൻ ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇവിടെ കണ്ടോ, ഇൻവെസ്റ്റ്മെൻറ്റ് വാലറ്റിലുള്ള എമൗണ്ട് അവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആഗ്രഹിക്കുന്നത് അതവിടെ സെലക്ട് ചെയ്യുക. ഞാൻ $12.3 തന്നെ കൊടുത്തു. കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. കണ്ടോ, ക്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. കുറഞ്ഞ സമയത്തിന് ശേഷം തന്നെ ഈ ഒരു പ്രോസസ്സിങ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ സക്സസ്ഫുൾ ആയിട്ടുണ്ടാവും. ഇവിടെ കണ്ടോ, ആ സ്പോട്ടിൽ തന്നെ കോപ്പി ട്രേഡിങ് ആ ഒരു സ്ട്രാറ്റജി നമ്മൾ കോപ്പി ചെയ്തു. കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ട്രേഡിങ് ഇവിടെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ ഓപ്പണിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഒരു ട്രേഡ് അവിടെ അപ്പോൾ സ്പോട്ടിൽ തന്നെ സ്റ്റാർട്ടായിട്ടുണ്ട്. അതായത് എനി ടൈം ഒരു കോപ്പി ട്രേഡിംഗ് സിസ്റ്റമാണ് ഇവർ വെച്ചിട്ടുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഉടനെ തന്നെ കണ്ടോ, ടോട്ടൽ 0.101 USDT പ്രോഫിറ്റിലാണ് ഇപ്പോൾ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇക്വിറ്റിയിൽ എമൗണ്ട് നമുക്ക് ടോട്ടൽ കാണാൻ പറ്റും. റിട്ടേൺസ് 0, അതിന് പെർസെൻറ്റേജ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ 0 റിട്ടേൺസ് ആണ് കാണിക്കുന്നത്. ഇനി കോപ്പി സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് കോപ്പി സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വ്യക്തികളെ സെലക്ട് ചെയ്യേണ്ടത്. മെയിൻ പേജിൽ വന്നു കഴിഞ്ഞാൽ കണ്ടോ, കുറേ വ്യക്തികളെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികളെ സെലക്ട് ചെയ്യാം. അത്യാവശ്യം റിസ്ക് 10% റിസ്ക് ഉള്ള വ്യക്തിയാണത്. കണ്ടോ, 59,122% ആണ് റിട്ടേൺ കൊടുത്തിട്ടുള്ളത്. അതായത് ട്രേഡ് എടുത്തിട്ട് റിട്ടേൺ കൊടുത്ത വ്യക്തിയാണ്, അല്ലാതെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമിലെ ROI എന്ന ഒരു സിസ്റ്റം അല്ല ഇതിലുള്ളത്. ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടിൻ്റെ 59,122% ആണ് ഈ ഒരു വ്യക്തി ട്രേഡിങ്ങിൽ നിന്നും പ്രോഫിറ്റ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റിസ്ക് നോക്കിയാൽ മനസ്സിലാവും. 10%, അതായത് 10 മീൻസ് 100% റിസ്ക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണിത്. അപ്പോൾ അത്രയും റിസ്ക് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ട് പെട്ടെന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അതല്ല നോർമലായിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റൊക്കെ ഏൺ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ റിസ്ക് കുറഞ്ഞ വ്യക്തികളെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും. മിനിമം നിങ്ങൾ ഒരു $10 ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു $100 എൻ്റെ അഭിപ്രായത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം അതാണ് ട്രേഡിങ്ങിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ ചെറിയ രീതിയിലെങ്കിലും പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു $100 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ ക്യാപിറ്റലൈസിൽ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ 100% സേഫാണ്. കാരണം എനി ടൈം വിഡ്രോവലാണ് എക്സ്ചേഞ്ച് എന്നുള്ളത് നമ്മളുടെ അത്യാവശ്യം നല്ല രീതിയിൽ ആളുകൾ യൂസ് ചെയ്യുന്ന 100% ജെന്യുവായിട്ടുള്ള ബ്രോക്കറാണ്. അതുകൊണ്ട് ആ രീതിയിൽ, അതായത് നമ്മളെ പൈസ കൊണ്ട് ഈ ഒരു വ്യക്തികൾ പോകുമെന്നുള്ള രീതിയിലൊന്നും നിങ്ങൾക്ക് പേടി വേണ്ട. കുറഞ്ഞ പ്രോഫിറ്റ് ആയാലും ശരി, നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ റിസ്ക് കൂടിയ ആളുകളെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ റിസ്ക് കുറഞ്ഞ ആളുകളെയും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ റിസ്ക് കുറഞ്ഞ ആളുകളെ സെലക്ട് ചെയ്യുക. അതിനനുസരിച്ചുള്ള പ്രോഫിറ്റിൽ ആ ഒരു വേരിയേഷൻ സംഭവിക്കും. പിന്നെ എന്ത് ഡൗട്ടുകളുടെയും നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ട്രേഡിംഗ് ആണ്, അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സമയമില്ലാത്തവർക്ക് കോപ്പി ട്രേഡ് ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പരിപാടി എന്നുണ്ടെങ്കിലും, പക്ഷേ കോപ്പി ട്രേഡ് ആയാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ജെന്യുവായിട്ടുള്ള ആളുകളെ മാത്രം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എന്ത് ഡൗട്ടുകളുണ്ടെങ്കിലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയ്ക്ക് ഒരു 50 ലൈക്കെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനലിനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോസുമായിട്ട് കാണാം.